കൂടപ്പിറപ്പേ, വജ്രം പോലെ തിളങ്ങുന്ന ചില മനുഷ്യരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്തിരുന്ന് ഒരു കാലിച്ചായൊക്കെ കുടിച്ച് എണീറ്റ് പോകുന്നുണ്ടാവാം അവര്. നമ്മുടെ തോളോട് തോൾ ചേർന്നിരുന്ന് പൊട്ടിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ടാവാം ചിലര്. നമ്മൾ അറിയുന്നില്ല അവരുടെ ഉള്ളുരുക്കങ്ങള്. വംശനാശം സംഭവിച്ചവരാണ്, പക്ഷെ ഇപ്പോഴും ഉണ്ട്. ആണിലും പെണ്ണിലും ഉണ്ട്, പക്ഷെ പുരുഷന്മാരിലാണ് ഇവർ കൂടുതല്. പറഞ്ഞു വരുന്നത്, വളരെ ചെറുപ്പത്തിലെ തന്നെ കുടുംബഭാരം ചുമലിലേറ്റേണ്ടി വരുന്ന ഹതഭാഗ്യരായ ചില മനുഷ്യരുണ്ട്. ഇവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർ സ്വന്തം കാര്യം നോക്കാൻ, സ്വന്തം ജീവിതം നോക്കാൻ മറന്നുപോകുന്ന മനുഷ്യരായി മാറുകയാണ്. നമ്മൾ എന്തെങ്കിലും ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യമാണ്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ, എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയല്ലേ, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ, ഈ വേണ്ടികൾക്കെല്ലാം ഇടയിൽ എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കാത്ത ചില മനുഷ്യർ. മറ്റുള്ളവരും ചിന്തിക്കില്ല. ഇത്തരക്കാരെ പല ബ്ലോഗേഴ്സിന്റെയും ക്യാമറ കണ്ണിലൂടെ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. തെരുവോരങ്ങളിൽ ചെറുകിട കച്ചവടവുമായിട്ട് നടക്കുന്ന, തെരുവോരങ്ങളിൽ ഭിക്ഷ യാചിക്കുന്ന ചിലരായിട്ട് ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ മറ്റുള്ളവരാൽ തട്ടിയെടുക്കപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ചില ജന്മങ്ങള്. അവരും ഒക്കെ ഇതൊക്കെ അല്ലേ വിശ്വസിച്ചിരുന്നത്? ഞാൻ ആരാലും ഉപേക്ഷിക്കപ്പെടില്ല, ഞാൻ ചേർത്ത് നിർത്തുന്ന ആളുകൾ എന്നെയും ചേർത്ത് നിർത്തുമെന്ന് മൂഢവിശ്വാസം ഉണ്ടായിരുന്ന ആളുകളല്ലേ അവരും. എത്ര പെട്ടെന്നാണ് അവരുടെ ജീവിതം ഗതിമാറിയത്. സ്വന്തമായിട്ട് എപ്പോഴും ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കുക എന്നത് ഒരു കുറവൊന്നുമല്ല, അതൊരു സ്നേഹക്കുറവല്ല ഒരിക്കലും. നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് കുറവാകുക? ഒരു നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ടാവില്ല, ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നതാവാം. നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങി കൊടുക്കുന്നതാവാം. എന്തിന്? അവർക്ക് കൊടുത്തതും ഒരു ജീവിതം, നിങ്ങൾക്ക് തന്നതും ഒരു ജീവിതം. നമുക്ക് എല്ലാവർക്കും ഒരേ ജീവിതമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കുന്ന നാളുകൾ അത്രയും ഈ ഭൂമിയുടെ മനോഹാരിതയും ഈ ഭൂമിയിലെ സന്തോഷങ്ങളും അനുഭവിക്കാൻ നമുക്കെല്ലാം അർഹതയുണ്ട്. ആർക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ചു കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു മനുഷ്യനാടോ നിങ്ങള്. സ്വന്തത്തിന് വേണ്ടി ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക. എത്ര തിളക്കമുള്ള മനുഷ്യരാണ് നിങ്ങള്. നിങ്ങളുടെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ നശിച്ചു പോകുമല്ല. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? അവനവന്റെ കൈ അവനവന്റെ തലക്കീഴിൽ വെക്കുക എന്ന് കാരണവന്മാര് പറയും. അങ്ങനെ തന്നെ ചെയ്യുക. കുറച്ച് നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് സമയം, കുറച്ച് ക്യാഷ്, കുറച്ച് സന്തോഷങ്ങൾ, കുറച്ച് വസ്ത്രങ്ങൾ, കുറച്ച് ആഹാരങ്ങൾ നമുക്ക് വേണ്ടി കൂടി. പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവില്ല. ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കില്ല. കഷ്ടപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക. എന്തൊരു മനുഷ്യന്മാരാ നിങ്ങള്. വളരെയധികം ദൈവാനുഗ്രഹമുള്ളവരാണ്. സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരല്ലേ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ. നിങ്ങൾ പൊളിയാണ്. പൊളിയെന്നല്ല, എല്ലാവരെക്കാളും പൊളിയാണ് നിങ്ങള്. നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക.